ഹായ്. ഹലോ, നമസ്കാരം. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, അല്ല മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഉം. അപ്പൊ ഇങ്ങനെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ നിങ്ങളെ വീഡിയോ ഇങ്ങനെ കേൾക്കാറുണ്ടായിരുന്നു. ആ വെറുതെ ഒന്ന് സംസാരിക്കാന്ന് പറഞ്ഞ് വിളിച്ചതാ. ശരി. ഞാൻ വിളിച്ചത് എന്റെ ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉം. ഞാൻ പേര് പറയുന്നില്ല, ഉം. ഞാൻ മെസ്സേജിൽ അയച്ചിട്ടുണ്ടായിരുന്നു പേര്. ഉം. അപ്പൊ ഞാൻ എന്താ പറയാ, ഞങ്ങളൊരു 7 പേരാ. ഉം. ഞാൻ ഏറ്റവും 6ാമത്തെയാണ് ഞാൻ. ഉം. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും എനിക്കിങ്ങനെ പല രീതിയിലുള്ള ചിന്തകൾ ഉണ്ടായിരുന്നിട്ടുണ്ട്. അപ്പോ ഉം. ഞാൻ ഒരു പോയിന്റില് മതം വിടണം എന്ന് ഞാൻ തീരുമാനിക്കുകയാണ്. ഉം. ആ സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്തിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉം. ഉമ്മയാണ്. ഉം. ഉമ്മ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒരു വിശ്വാസിയാണ്. ഉം. എന്താ പറയാ, ഉമ്മയുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോ പള്ളിക്കുള്ളിൽ കബറടക്കും. ഉം. അപ്പം എനിക്ക് എപ്പോഴും ഒരു തോന്നലുണ്ടാവും, അത് മാത്രമാണ്. ഞാൻ ഉം. മതം വിട്ടു. ഞാൻ ഏകദേശം ഒരു 5-6 വർഷമായി. ഉം. പക്ഷെ ഇപ്പോഴും എന്നെ അലട്ടുന്ന, എന്നെ ഭയപ്പെടുത്തുന്ന ഏതൊരു ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉമ്മ മരണപ്പെടുന്ന സമയത്ത് അവര് ഖബറ് അടക്കം എങ്ങനെയാകും, അത് അത് ആ ഒരു ഇത് തോട്ട് എന്നെ വിട്ട് പോകുന്നേയില്ല. ഉം. അപ്പം നിങ്ങൾക്ക് ഞാൻ ലിയാഖത്തിന്റെ അടുത്തും അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തോട്ട് വരാറുണ്ടോ? മീൻസ് ലൈക്ക് ഇല്ല, എന്റെ ഉമ്മ വിശ്വാസിയാണ്. ഉമ്മയുടെ ആഗ്രഹപ്രകാരം തന്നെയല്ലേ കാര്യങ്ങൾ ചെയ്യണത്. അതെ, അല്ല പക്ഷെ പിന്നെ ഇവര് പള്ളി മഹല്ല് കമ്മിറ്റിയും ഒരു മകൻ മതം ഉപേക്ഷിച്ചു എന്നതിന്റെ പേരില് മുസ്ലിമായ ഉമ്മയുടെ ജനാസ ഖബറടക്കൂല എന്ന് പറഞ്ഞ ഏതെങ്കിലും പള്ളി കമ്മിറ്റി ഉണ്ടോ? ഉണ്ട്, പറയാൻ പറ്റില്ല. അതുള്ളത് അവരുടെ ഫാസിസമാണ്. അതായത് ഞങ്ങളുടെ നാട്ടിലെ പള്ളി കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫാസിസമാണ്. ആണ്, അതങ്ങനെയാണ്. പിന്നെ എനിക്ക് കുടുംബപരമായിട്ടൊന്നും ഞാൻ മതം വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ വിവാഹം കഴിച്ചത് ഞാൻ ഇതിന്റെ ഒരു ലീഗൽ സൈഡ് കൂടി പറയാം, നിയമപരമായിട്ടുള്ള ഒരു വശം പറയാം. അങ്ങനെ അപ്പൊ നിങ്ങളുടെ ഉമ്മ വിശ്വാസിയായി ജീവിച്ചു മരിക്കുന്നു. നിങ്ങളുടെ ഉമ്മയുടെ ജനാസ പള്ളിയിൽ ഖബറടക്കണം എന്നാണ് ഉമ്മയുടെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിന് പള്ളി കമ്മിറ്റി സമ്മതിക്കില്ല എന്ന് പറയാൻ പള്ളി കമ്മിറ്റിക്ക് നിയമപരമായിട്ട് അവകാശമില്ല. ഓക്കെ, നിയമപരമായിട്ടുള്ള നിങ്ങളുടെ റൈറ്റ് ആണ്, നിങ്ങളുടെ ഉമ്മാന്റെ റൈറ്റ് ആണ്. അപ്പൊ അത് ആദ്യം പറഞ്ഞു വെക്കാം. അപ്പൊ അതിന് മാസിൽ പിടിക്കുന്നവന്മാരുണ്ടെങ്കിൽ അവരെ നിയമപരമായിട്ടാണ് കൈകാര്യം ചെയ്യേണ്ടത്. അങ്ങനെ പറയാൻ പള്ളി കമ്മിറ്റിക്ക് അവകാശമില്ല. കാരണം നിങ്ങൾ ആ മഹല്ലിൽ ജീവിക്കുകയും നിങ്ങൾ ഉമ്മ പള്ളിയിലെ മഹല്ലിലെ പിന്നെ മെമ്പറായിട്ടിരിക്കുകയും അവർക്ക് പള്ളിക്ക് വേണ്ട വരിസംഖ്യ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുടുംബല്ലേ. അപ്പൊ മുസ്ലിമായി ജീവിച്ചു മരിച്ച ഒരു ഉമ്മാന്റെ ജനാസ വെച്ചിട്ട് മകന്റെ യുദ്ധത്തിനെ മറികടക്കാൻ ശ്രമിക്കുന്ന ആ ഒരു ഭീരുത്വത്തെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ്. അത് അഹങ്കാരവും ധാർഷ്ട്യമാണ്. എനിക്ക് ഇങ്ങനെ ഈ ഒരു ചിന്തയൊക്കെ വരുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചു, ഞാനൊരു ജമാഅത്തിൽ ഒരു ലെറ്റർ എഴുതി എന്റെ പേര് ജമാഅത്ത് ലിസ്റ്റിൽ നിന്ന് എഴുതി കളഞ്ഞാലോ എന്നൊക്കെ ആലോചിക്കണം. അങ്ങനെ അല്ല, ഞാൻ പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഞാൻ മതം വിടണം എന്ന് തീരുമാനിച്ച സമയത്ത് പോലും, മീൻസ് വിട്ടതിന് ശേഷവും നമ്മുടെ ഉള്ളിൽ ഈ ഇൻജെക്ട് ചെയ്തിരിക്കുന്ന സാധനം, അതായത് മതമില്ല, ഇസ്ലാം മതം വേണ്ട, പക്ഷെ മുത്തുനബിയാണ്. അത് ഒരു വല്ലാത്ത രീതിയിൽ നമ്മുടെ ഉള്ളിൽ, അത് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊക്കെ സംസാരിക്കുന്നതും ചെറിയ പ്രായം തൊട്ട് കേറി കൂടിയതാണ്. നമ്മൾ എന്താന്ന് തിരിച്ചറിഞ്ഞ് നമ്മളെ കണ്ണാടിയിൽ നോക്കി നമ്മുടെ രൂപം നമ്മളായി മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മളെ തലയിൽ കയറി കൂടിയ സാധനമാണ്. അത്ര പെട്ടെന്നൊന്നും പോവില്ല, അതിന് സമയം എടുക്കും. അതിന് നമ്മൾ ശ്രമകരമായി അതിൽ നിന്ന് പറിച്ചു കളയുന്ന വേണം. തീർച്ചയായിട്ടും. അതാ പറഞ്ഞ, അത് ഭയങ്കര. ഇപ്പൊ നമ്മള് ഇത് ഓരോ ചട്ടയായിട്ട് ഇങ്ങനെ ഊരി വന്നത്. ഇപ്പൊ ഞാൻ വളരെ റീസെന്റ് ആയിട്ട് ഒരു 3-4 മാസമേ ആവുള്ളൂ ഞാൻ ഇങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ നിങ്ങളുടെ ചർച്ചയും ഈ വീഡിയോ എല്ലാം കേൾക്കാൻ തുടങ്ങിയിട്ടൊക്കെ. അപ്പോഴാണ് നമ്മള് നമ്മുടെ ഉള്ളില് ഇത്രത്തോളം എങ്ങനെ ഇതിനെ ആഴത്തിൽ അവർക്ക് ഇറക്കാൻ കഴിഞ്ഞു എന്നുള്ളത്. ഇപ്പൊ നമ്മള് ഓരോരുത്തർ സംസാരിക്കുന്ന കഴിയുമ്പോഴത്തേക്കും അവരുടെ നിസ്സഹായതയാണ് എനിക്ക് തോന്നുന്നത്. തിരിച്ച് ഇതിനു വേണ്ടി പറയുന്ന ഇസ്ലാമിന് വേണ്ടി സംസാരിക്കാൻ വരുന്നവരുടെ അവരുടെ നിസ്സഹായതയാണ് തോന്നുന്നത്. അവർക്ക് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.
ഞാൻ പറയും എന്റെ ഫാമിലിയിൽ ഞാൻ ഒരുത്തനേ ഉള്ളൂ ഇങ്ങനെ. ബാക്കി എന്റെ സഹോദരങ്ങൾ 6 പേരും ഇപ്പോഴും വിശ്വാസികളാണ്. പക്ഷെ എന്റെ അവിശ്വാസം ഇതുവരെ എന്റെ കുടുംബത്തില് എനിക്ക് ചുറ്റിപ്പറ്റിയുള്ള എന്റെ സഹോദരങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇതുവരെയും എന്നെ ഒരുത്തരം മാറ്റി നിർത്തിയിട്ടില്ല. ഞാൻ ഇങ്ങനെയാണ് എന്ന് ഉള്ള കാര്യം അവർ അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമാണ്. ബാക്കി അങ്ങനെ കുടുംബപരമായിട്ട് എന്റെ ഇമ്മീഡിയറ്റ് ഫാമിലികളിൽ ഒരു പ്രശ്നങ്ങളും ഒന്നുമില്ല. എന്റെ അടുത്ത് ഞാനിപ്പം വീട്ടില് ആണെങ്കിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ വ്യാഴാഴ്ച രാത്രി തൊട്ട് തുടങ്ങും. വെള്ളിയാഴ്ച രാവാണ് രാത്രി യാസീൻ ഓതണം, ഇത് ഓതണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഞാൻ വെള്ളിയാഴ്ചകളിൽ ഞാൻ ഇപ്പൊ വീട്ടിൽ പോയിരുന്നാലും എന്നോടും പറയില്ല, ബാക്കി എല്ലാവരോടും പറയും ജുമായ്ക്ക് പോകണം, നിസ്കരിക്കണം. ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിലി ഉണ്ടാവുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതെ, അത് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ ബ്ലസ്ഡ് ആണ്. ഇതിനെ കുറിച്ച് സംസാരിക്കുകയോ അല്ലെങ്കിൽ പറയുമായിരുന്നു. ആ ഒരു സിറ്റുവേഷൻ എല്ലാ വീടുകളിലും ഉണ്ടായി, മൊത്തത്തിൽ സമൂഹത്തിൽ ഉണ്ടായാൽ മതി, പ്രശ്നങ്ങളൊക്കെ തീർന്നു. അതെ, വിശ്വാസം എന്ന് പറയുന്നത് വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യവും വിശ്വാസവും ആചാരവും അനുഷ്ഠാനമൊക്കെ വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളായിട്ട് നിൽക്കുകയും ആ പരസ്പരം ഓരോ ആളുകൾ അവരവരുടെ തീരുമാനത്തെയും വിശ്വാസത്തെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്താൽ പ്രശ്നം തീരും. അപ്പൊ ഞാൻ എന്റെ വലിയതി എന്ന് പറഞ്ഞ പ്രസന്റേഷനിൽ പറഞ്ഞു, അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാല് പിന്നെ നമ്മൾ വിമർശനത്തിന്റെ പോലും പ്രസക്തി ഇല്ല. അല്ല, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കണം എന്ന് വിചാരിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രതികരണങ്ങളുണ്ടല്ലോ, തിരിച്ച് സംഭവിക്കുന്ന, അതിനെ ഫേസ് ചെയ്യാനുള്ള ആ ഒരു മാനസിക ഇതുണ്ടല്ലോ, ഒരു മൈൻഡ് സെറ്റ്, അത് എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് എങ്ങനെ ആർജിച്ചു എന്നുള്ളതാണ് എന്റെ. അതറിയില്ല, നമ്മള് ചില സിറ്റുവേഷനിൽ നമ്മൾ ചെന്ന് പെട്ടിട്ട് അവിടെ നമ്മൾ എന്താ പറയാ അത് ആർജിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്നെ സംബന്ധിച്ചാണെങ്കിൽ പറയുന്നത്, ഞാൻ ഇതൊക്കെ ഏകദേശം ഒരു ഫോർകാസ്റ്റ് ചെയ്തിരുന്നു. അത് എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, എങ്ങനെയൊക്കെ വരും, ഏതൊക്കെ മീൻസ് ആളുകളെയൊക്കെ നമുക്ക് അറിയാലോ. കാരണം ഞാൻ വിശ്വാസമൊക്കെ ഉപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ ഏറെക്കുറെ അടുത്ത ആളുകളുമായിട്ട് ഇത്തരം ആശയപരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ആളുകളുടെ ആശയപരമായിട്ട് ഏത് പ്രതലത്തിലാണ് നിൽക്കുന്നതെന്നും അവരുടെ ആ കാര്യത്തിലുള്ള ഒരു പിന്നെ എന്താ പറയാ അതിന്റെ ആഴം, അതിന്റെ തീക്ഷ്ണതയൊക്കെ എത്ര ഉണ്ടെന്നും എനിക്ക് അറിയായിരുന്നു, ഇമ്മീഡിയറ്റ് റിലേഷൻസിലുള്ള ആളുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് വലിയൊരു നമ്മളങ്ങനെ പെട്ടെന്ന് പാനിക് ആവേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അങ്ങനെയൊക്കെ മാനേജ് ചെയ്തു. പിന്നെ നമ്മൾ ഒറ്റപ്പെടുക എന്ന് പറയുന്ന സാധനം വരും, ആരും ഇല്ലാതെ വരിക, എല്ലാരും നമ്മളെ ബഹിഷ്കരിക്കുക. അപ്പൊ നമുക്ക് വർഷങ്ങളായിട്ട് ഉണ്ടായിരുന്ന എല്ലാ ബന്ധങ്ങളും, അതിലിപ്പോ സൗഹൃദം വരും, കുടുംബ ബന്ധങ്ങൾ വരും, രക്തബന്ധങ്ങളെല്ലാം വരും. അപ്പോ അതെല്ലാം ഒരു സുപ്രഭാതം കൊണ്ട് ഒരു കുറച്ചു കാലത്തേക്കെങ്കിലും ഇല്ലാതായി പോകുന്ന അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയെ തരണം ചെയ്യാന്നുള്ളത് ഒരു പ്രതിസന്ധിയാണ്. പക്ഷെ അതൊക്കെ നമ്മള് ആ യാഥാർത്ഥ്യ ബോധത്തോട് പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അതിലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള കാര്യം. ഇപ്പൊ നമ്മളതിനകത്ത് അവരോടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അവർക്ക് എന്നോട് ഇപ്പൊ തൽക്കാലം പിന്നെ അകന്നു നിൽക്കാനാണ് തോന്നുന്നത്. അത് അവരുടെ ചോയ്സ് അല്ലേ. നമ്മൾ പിന്നെ അതിനെ ആക്ഷേപിക്കാനൊന്നും പോയില്ല, അവരോട് ആരോടും ശത്രുത പ്രഖ്യാപിച്ചില്ല. എന്റെ നേരെ വ്യക്തിപരമായ അധിക്ഷേപത്തിനും അക്രമത്തിനൊക്കെ വന്നവരോട് അതിൻ്റെതായ രീതിയിൽ മാന്യമായിട്ട് പ്രതികരിച്ചു എന്നല്ലാതെ നമ്മള് അവരെ ശത്രുപക്ഷത്ത് കാരണം അവർക്ക് നമ്മളെ അകറ്റി നിർത്താനും നമ്മളെ വെറുക്കാനും കാരണം ഉണ്ടാവും. നമുക്കതില്ലല്ലോ. നമ്മൾക്കതില്ലാത്തതുകൊണ്ട് നമ്മള് അതിനെ അവരുടെ തീരുമാനത്തെ റെസ്പെക്ട് ചെയ്തു. അതേ സമയത്ത് അവരെ ആ അവസ്ഥയിലേക്ക് എത്തിക്കുന്ന മതത്തെ നമ്മൾ നിശിതമായി വിമർശിക്കുകയും ചെയ്തു. അത് കൂടുതൽ ആളുകളിലേക്ക് ഈ അവസ്ഥയെ, അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കുന്ന രീതിയിൽ ഒരു സാമൂഹ്യ പ്രവർത്തനം എന്ന രീതിയിൽ എന്റെ എൻഗേജ്മെന്റ് ഞാൻ ആ രീതിയിൽ അങ്ങ് മാറ്റുകയാണ് ചെയ്തത്. പിന്നെ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കണം എന്ന് ഞാൻ കുറെ നാളായിട്ട് വിചാരിച്ചു. ഞാൻ കേട്ടൊരു മാസത്തിനുള്ളിൽ എനിക്ക് വിളിക്കണം എന്ന് തോന്നി. പിന്നെ ഇങ്ങനെ ഡിലേ ചെയ്ത് പോസ്റ്റ്പോൺ ചെയ്ത് എനിക്കൊരു പേഴ്സണൽ മീൻസ് ഒരു സുഹൃത്ത് എന്ന രീതിയിൽ സംസാരിക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. ഞാൻ ഇപ്പോഴും മീൻസ് ആലോചിച്ച കാര്യം, ഞാനൊരു ഇതിനെ ഡിസ്കസ് ചെയ്തൊരു പബ്ലിക് ഇതിലോട്ട് വരേണ്ട ആവശ്യമില്ല. നമുക്ക് പേഴ്സണലായിട്ട് അപ്പൊ ഇതിനു വേണ്ടി വെച്ചേക്കുന്ന നമ്പറാണ്, അതിനുവേണ്ടി വിളിക്കണോ സംസാരിക്കണോ എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു. അതുപോലെ തന്നെ എനിക്ക് വേറൊരു കാര്യം, ഇടയ്ക്കൊരു വീഡിയോയില് സംസാരിക്കുന്ന സമയത്ത് അത് എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പം ഇയാൾക്ക് എപ്പോഴും പറയാറുള്ളത് മാനവികത ആണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അപ്പം മാനവികത എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനുഷ്യരാശിയുടെ
ഒരു എന്താ പറയാ പിന്നെ അപ്ലിഫ്റ്റ്മെന്റും അല്ലെങ്കിൽ ഒരു മുന്നോട്ടുള്ള ഒരു യാത്രയ്ക്കും കൂടെ ഒരു പ്രയോജനം ഉണ്ടാകുക എന്നുള്ളതാണല്ലോ. അപ്പോ ഒരാളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ ഇതേ വിഷയം, ഈ മരണത്തിനെ കുറിച്ചൊരു ഇഷ്യൂ പറഞ്ഞു. അതായത് ജനാസയെ കുറിച്ചൊരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അപ്പം പിന്നെ ഇത് പറഞ്ഞതിൽ എനിക്കൊരു എതിരഭിപ്രായം ഉള്ളതെന്ന് പറഞ്ഞാൽ, ഇപ്പം ലേഖത്ത് പറഞ്ഞു, ഞാൻ എന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന അങ്ങനെയാണ് കേട്ടോ. അതായത് മരണം, ജനാസ എന്ന് പറയുന്നത് നമുക്ക് വരുന്ന അനന്തരാവകാശിയുടെ സ്വത്താണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം മനുഷ്യൻ മുമ്പോട്ട് പോകണമെങ്കിൽ മനുഷ്യനെ കുറിച്ച് പഠിക്കണം. അപ്പം മനുഷ്യനെ കുറിച്ച് പഠിക്കണമെങ്കിൽ മനുഷ്യന്റെ കുറിച്ച് പഠിക്കാൻ ശരീരം ആവശ്യമാണ്. അങ്ങനെയാണ് ഞാൻ ആ പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാൽ, ഒരാൾ മരണപ്പെട്ടാൽ അയാളുടെ മൃതദേഹം എന്ത് ചെയ്യണം എന്ന് എന്നോട് ചോദിക്കുമ്പോ, ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ നിയമപരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യം പറയാണ്. അതായത് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാല് അയാളുടെ ഡെഡ് ബോഡി എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് ആ ഡെഡ് ബോഡിയുടെ അവകാശികളാണ്, ഉടമസ്ഥരല്ല, അവകാശികളാണ്. അതെ അതെ അതെ. അവിടെ ആ ഡെഡ് ബോഡിയുടെ വിൽപത്രത്തിന് പോലും പ്രസക്തി ഇല്ല എന്ന് നിയമപരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാണ് ചെയ്തത്. അപ്പൊ നിങ്ങളൊരു വില്ല് എഴുതി വെച്ചു, വില്ല് ചെയ്യാൻ പറ്റില്ല, വിൽ ചെയ്തു വെച്ചാലും അത് നടപ്പിലാക്കാൻ കഴിയില്ല നിങ്ങൾക്ക്. അതായത് ആ ഒരു നിയമവശം പറയാണ് ചെയ്തത്. അപ്പോ എന്റെ അഭിപ്രായവും അതുമാതിരി ഈ വിഷയമൊക്കെ ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മള് വിശ്വാസം ഇല്ലാത്തവരുടെ ഡെഡ് ബോഡിയിൽ തന്നെയാണ് വിശ്വാസമുള്ളവരുടെ നാട്ടിലെ മെഡിക്കൽ കോളേജുകളിൽ പഠനം നടക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഉള്ള ഡെഡ് ബോഡികൾ അവിടേക്ക് അവർക്ക് കടാവർ കിട്ടുന്നത് ഒന്നുകിൽ അൺനോൺ ഡെഡ് ബോഡീസ് ഒക്കെയാണ്, അതും കാഫിറിന്റേതാണെന്ന് ഉറപ്പുവരുത്തിട്ടൊക്കെ അവർ കൊടുക്കുള്ളൂ. പിന്നെ അതേപോലെ ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്ന കടാവറുകള്. അതല്ലാതെ അവിടെ ഒരു മുസ്ലിമിന്റെയും ഡെഡ് ബോഡി ഇങ്ങനെ പഠനാവശ്യത്തിന് വിട്ടുകൊടുക്കുന്ന പരിപാടിയൊന്നും ഇല്ല. അത് അവർക്ക് അനുവദനീയവുമല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മളെ ശരീരത്തിൽ തന്നെ പഠിക്കുന്നത്. നമ്മൾക്ക് അത് ചെയ്യാൻ പറ്റും. ഇതേ വാക്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. മനുഷ്യർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ചികിത്സ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മെഡിക്കൽ രംഗത്തുള്ള പുരോഗതിക്ക്, പഠനങ്ങൾക്ക്, ഗവേഷണങ്ങൾക്കൊക്കെ മനുഷ്യന്റെ ശരീരം ഉപകാരപ്പെടുത്തുന്നത് ഈ മതം ഇല്ലാത്ത ആൾക്കാരാണ്, അല്ലെങ്കിൽ മതം കാര്യമാക്കാത്ത ആൾക്കാരാണ്. അപ്പൊ അതേ സമയത്ത് നമ്മളിപ്പോ ഒരാൾ പറയാണ്, ഇപ്പൊ എന്റെ ഡെഡ് ബോഡി ഇന്നത് ചെയ്യണമെന്ന് ഞാൻ വിൽപത്രം എഴുതി വെച്ചു എന്നത് കൊണ്ട് അത് നടപ്പിലായിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. കാരണം ഡെഡ് ബോഡിയുടെ അവകാശികളായിട്ട് വരുന്ന അടുത്ത ബന്ധുക്കൾ ആരാണോ അവരുടെ ഡിസിഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ്. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു കേട്ടോ. അത് പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ് ആ കാര്യത്തില്. ഓക്കെ, പിന്നെ ഓക്കെ, സുഹൃത്തായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് എപ്പോഴെങ്കിലും കാണാം. എനിക്ക് സത്യം ഞാൻ ഭയങ്കര എക്സൈറ്റഡ്. ഞാൻ വീഡിയോയിൽ മാത്രം കേട്ട ആ വോയിസ് ഇപ്പൊ സംസാരിക്കുന്നത് ഞാൻ ഇന്ററാക്ട് ചെയ്യണോ എന്നുള്ള രീതിയിൽ സംസാരിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ, കാണാം, ബൈ.